Hello friends, welcome back to Arraysworld. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മൈസൂർ ബോണ്ടയുടെ റെസിപ്പിയാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബോണ്ട റെസിപ്പിയാണിത്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയതായിട്ട് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്കൊരു 3/4 കപ്പ് തൈരാണ് എടുക്കേണ്ടത്. എന്നിട്ടത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ തൈര് നല്ലപോലെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് വേണ്ട ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ മാവാണ് ചേർക്കുന്നത്. അതിനുശേഷം ഒരു 1/4 കപ്പ് അരിമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞതും കൂടി ഞാൻ ചേർക്കുകയാണ്. കുറച്ച് ഇഞ്ചി ഇതുപോലെ പൊടിയായി അരിഞ്ഞതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കറുകാപ്പില പൊടിയായി അരിഞ്ഞതാണ്. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടിയും പൊടിയായി അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പകുതി സവാള ഇതുപോലെ പൊടിയായി അരിഞ്ഞതാണ് ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും ഈ ബോണ്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസുകൾ മതിയാവും ഈ മൈസൂർ ബോണ്ട തയ്യാറാക്കാൻ. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ കുറച്ച് ലൂസാവാൻ വേണ്ടി നമുക്ക് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം അത്യാവശ്യം കട്ടിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് കൈകൊണ്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ കൈകൊണ്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇത് ഒരുപാട് കട്ടിയാവാനും പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല. നമ്മളിങ്ങനെ എടുത്ത് ഇട്ട് നോക്കുമ്പോൾ ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ബോണ്ട മാവ് ഇവിടെ ഉണ്ടാവാൻ. അപ്പോൾ ഇത് ഏകദേശം അതുപോലെ ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ബോണ്ട തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനൊരു കടായിൽ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബോണ്ട ഇതിലേക്ക് മുങ്ങിക്കിടക്കുന്നത് വരെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായ ശേഷം നമുക്ക് ബോണ്ട ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനെ ഇവിടെ കുറച്ചെടുത്ത് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ടാണ് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട ഉടനെ ഇതൊന്ന് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് വേർപെടുത്തി കൊടുത്താൽ മതിയാവും. എന്നിട്ടൊരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഡീപ്പ് ഫ്രൈ ചെയ്ത ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബോണ്ടയുടെ 2 വശവും നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെടുക്കാം. അപ്പോൾ നമ്മുടെ മൈസൂർ ബോണ്ട ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. നമ്മുടെ അറേസ്വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.